2019 കമ്പനിയുടെ പക്കൽ ശബരിമലയിൽ നിന്നും എത്തിച്ചത് ചെമ്പ് പാളികളാണെന്നും അതിൽ ഒന്നും പൂശിയിരുന്നില്ല എന്നും അറ്റകുറ്റപ്പണി നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ ബി പ്രദീപ് കുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരാണ് ഇത് എത്തിച്ചതെന്നും പ്രദീപ് കുമാർ അറിയിച്ചു. തിരിച്ച് സ്വീകരിക്കാൻ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്നാണ് രേഖകളെന്നും അഭിഭാഷകൻ കൊച്ചിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ എന്തൊക്കെ കാര്യങ്ങളാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്? സുരേഷ്, ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 കാലഘട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് ചെമ്പ് പാളികൾ എന്ന് തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിട്ടുള്ള കെ ബി പ്രദീപ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 2019 തങ്ങളുടെ കൈവശം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവരുന്നത് ചെമ്പ് പാളികളാണ്. സാധാരണ അവരുടെ ഒരു സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒക്കെ റൂൾ അനുസരിച്ച് മറ്റൊരിടത്ത് പ്ലേറ്റിംഗ് ചെയ്ത്, അതായത് സ്വർണം പൂശിയ വസ്തു വീണ്ടും സ്വർണം പൂശാനായിട്ട് ഈ കമ്പനിയിലേക്ക് എടുക്കാറില്ല. അവർ തന്നെ സ്വർണം പൂശിയതാണ് ണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ അത് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ 2019 കൊണ്ടുവന്നത് ഒരു ചെമ്പ് പാളിയാണ്. മറ്റൊരിടത്ത് സ്വർണം അല്ലെങ്കിൽ അത് സ്വർണം പൂശിയതാണെങ്കിൽ സ്വാഭാവികമായിട്ടും തങ്ങൾ എടുക്കാറില്ല എന്നും അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ 2019 ഇവർ സ്വർണം പൂശി കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ കേടുപാടുകൾ പറ്റി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗ്യാരണ്ടി, അതായത് ആ ഒരു കാലാവധി കഴിയാത്തൊരു സാഹചര്യത്തിൽ വീണ്ടും സ്വർണം പൂശി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്, അതായത് 397 ഗ്രാം സ്വർണം ഉപയോഗിച്ചാണ് 2019 12 പീസുകൾ സ്വർണം പൂശി നൽകിയിട്ടുള്ളത്. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുമ്പോൾ 42 കിലോഗ്രാം ആയിരുന്നു ഈ ചെമ്പുപാളികൾക്കുള്ളത്. അതിൽ തന്നെ ഹൈക്കോടതിയുടെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 42 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന പാളികൾ പിന്നീട് സ്വർണം പൂശി നൽകിയ സമയത്ത് 38.5 കിലോഗ്രാം ആയിട്ട് കുറഞ്ഞു. 4.5 കിലോഗ്രാമിന്റെ ഒരു വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനും സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ മറുപടി നൽകിയിട്ടുണ്ട്. ഈ ചെമ്പ് പാളികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ മെഴുക് ഉപയോഗിക്കും. അത് പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ട് തന്നെയാണ് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് അഥവാ ഈ സ്വർണം പൂശുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4.5 കിലോഗ്രാം ഒരു പക്ഷേ അങ്ങനെ കുറഞ്ഞതാകാം എന്നുള്ള ഒരു മറുപടി നൽകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് 1998 കാലത്താണ് വിജയ് മല്യ ശബരിമലയുടെ ശ്രീകോവിലും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ, പിന്നീട് ഈ പീഠം, ഇവയ്ക്കൊക്കെ തന്നെ സ്വർണം പൊതിഞ്ഞു നൽകുന്നത് ഗോൾഡ് ക്ലാഡഡ് ആണ്. ഈ ഗോൾഡ് ക്ലാഡഡും ഗോൾഡ് പ്ലേറ്റിംഗും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. ഈ സ്വർണം പൊതിഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ തൂക്കം സ്വർണം ഉപയോഗിക്കേണ്ടി വരും. സ്വർണം പൂശുകയാണെങ്കിൽ കൊണ്ടു കൊടുക്കുന്ന ആൾ എത്ര രൂപയാണോ കൊടുക്കുന്നത് അതിനനുസൃതമായിട്ട് സ്വർണം ഉപയോഗിച്ചാൽ മതിയാകും. ഇവിടെ പക്ഷേ വന്നിരിക്കുന്നത് ചെമ്പ് പാളികളാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഓഗസ്റ്റ് മാസം സ്മാർട്ട് ക്രിയേഷൻസിന് ചെന്നൈയിൽ കൊണ്ടുപോയി കൈമാറിയത് ചെമ്പ് പാളികളാണ്. അതിൽ ഒരു തരി പോലും സ്വർണം ഇല്ല എന്നുള്ളതാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ പാളി എവിടെ, അല്ലെങ്കിൽ അതിൽ സ്വർണം ഉണ്ടായിരുന്നോ? ഇതടക്കമുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അവിടെ വെച്ച് ഈ ഓഗസ്റ്റ് മാസം തന്നെ ഇതിൻ്റെ സ്വർണം പൂശി ബന്ധപ്പെട്ട അധികൃതരുടെ സാന്നിധ്യത്തിൽ, അതായത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറുന്നത്. അത് പിന്നീട് സന്നിധാനത്ത് കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അതിന് മങ്ങലേറ്റു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും സ്വർണം പൂശാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സ്വർണം പൂശി തിരികെ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഈ 25-40 വർഷമൊക്കെ തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഇതിനൊരു വാറണ്ടി ആയിട്ട് ഒരു കാലാവധി പറയുന്നത്. അതിന്റെ നേരത്തെ ഈ മാളികപ്പുറത്തടക്കം ഇവർ സ്വർണ്ണ പ്ലേറ്റിംഗ്, അതായത് സ്വർണം പൂശി നൽകിയിട്ടുണ്ട്. അതിനൊന്നും തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. സാധാരണ ഈ രാസവസ്തുക്കൾ കൊണ്ട് കഴുകുമ്പോഴോ അല്ലെങ്കിൽ മനുഷ്യകര സ്പർശമേൽക്കുമ്പോഴൊക്കെയാണ് ഈ കേടുപാടുകൾ സംഭവിക്കുന്നതെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ പറയുന്നത്. എന്തായാലും 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് എത്തിച്ചത് ചെമ്പുപാളികൾ തന്നെയാണ്. ആ ചെമ്പുപാളികളിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശി ഏകദേശം 397 ഗ്രാമോളം സ്വർണം പൂശി നൽകിയിട്ടുള്ളത്. സ്വർണം പൊതിഞ്ഞ പാളികളായിരുന്നില്ല ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത്. എന്തായാലും 99 മാസ്റ്റർരേഖകളിൽ പറയുന്നത് സ്വർണ്ണ പാളികൾ എന്നാണ്. പക്ഷേ 2019 ചെമ്പ് പാളികളെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ തിരികെ കൊണ്ടുവന്ന സമയത്ത് ഈ തൂക്കക്കുറവ് അത് രേഖപ്പെടുത്തിയിട്ടുമില്ല. അടിമുടി ദുരൂഹതകൾ ഇക്കാര്യത്തിലുണ്ട്. എന്തായാലും ഇതൊക്കെ വിശദമാക്കിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സുരേഷ്, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.